ഇതേ ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കിയ ഒരു കറിയാണ്. ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട, ഇത് മാത്രം മതി. എത്ര ചോറ് വേണമെങ്കിലും കൊണ്ടുപോകും, അത്രയ്ക്ക് രുചിയാണ്. ഈ കറി തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് ഒരു പഴുത്ത ഏത്തപ്പഴമാണ്. അപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് ഒരു നാടൻ ഏത്തപ്പഴമാണ്. ഇത് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കാം. ഇനി ചൂട് കട്ടിയുള്ളൊരു പാനോ കടായിയോ എടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ കടുകും ഒരു നുള്ളു ഉലുവയും ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റാം. ഇനി 2 തണ്ട് കറിവേപ്പിലയും എരിവിനായിട്ട് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ആ മുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച കുത്ത് മാറിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ചേർക്കുന്നത് സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ ഒരേ അളവിൽ മിക്സ് ചെയ്ത് വെച്ചതാണ്. അതപ്പോൾ 1 ടേബിൾ സ്പൂൺ. അപ്പോൾ എരിവുള്ളതാണെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. ഇളക്കി ഈ പൊടികൾ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പഴം നുറുക്കിയ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പഴം അത്യാവശ്യം ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക സൈസിലുള്ള പുളി വെള്ളത്തിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഞെരടി പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇളക്കി നന്നായിട്ട് തിളച്ച് വരട്ടെ. ഉപ്പ് പോരാത്തതുകൊണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1.5 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. മണ്ണില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. അതല്ലെങ്കിൽ തിളപ്പിച്ച് പാനിയായിട്ട് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി. നന്നായിട്ട് ഇളക്കി ഇത് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് കഴിയുമ്പോൾ ഉപ്പും കായവും ഒക്കെ ഒന്ന് നോക്കുക. എന്തെങ്കിലും പോരാന്ന് തോന്നിയാൽ മാത്രം ഇട്ട് കൊടുക്കുക. ഈ അളവിൽ ഇത് കറക്റ്റായിരിക്കും. തിളച്ച് ഇങ്ങനെ വറ്റി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. ഇഞ്ചിക്കറിയേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് കൂടിയ ഒരു കറിയാണിത്. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.